ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈസെൽഫ് മാളവിക. കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു അടിപൊളി കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേരാണ് രാത്രിയാമം. അപ്പോൾ എല്ലാവർക്കും ഈ രേണുവിൻ്റെ കഥ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ കഥയിലെ നായികയാണ് കേട്ടോ രേണു. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. ഒരു ഇടത്തരം കുടുംബമായിരുന്നു രേണുവിൻ്റേത്. അവൾക്കൊരു ചേച്ചിയും അനിയത്തിയാണ് ഉള്ളത്. ആ നാട്ടിലെ ഏറ്റവും വലിയ ധനികരാണ് കാർത്തിക്കിൻ്റെ വീട്ടുകാർ. അപ്പം രേണുവിൻ്റെ സൗന്ദര്യം കണ്ടാണ് കാർത്തിക്കിന് വേണ്ടി വിവാഹം ആലോചിച്ചിട്ട് കാർത്തികിൻ്റെ അച്ഛനും അമ്മയും കൂടെ രേണുവിൻ്റെ വീട്ടിലെത്തിയത്. കാർത്തികിന് രേണുവിന് ഇഷ്ടമായി കേട്ടോ. അവനാകട്ടെ പൈസയുടെ ഒരു ജാടയില്ലാത്ത ആളാണ്. കാർത്തികിന് ബാംഗ്ലൂരിലൊരു വലിയ കമ്പനിയിലാണ് ജോലി. അങ്ങനെ വിവാഹം കഴിഞ്ഞ രേണുവും കാർത്തിക്കും ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ ചെന്നതും രേണുവിൻ്റെ ലോകം തന്നെ മാറി. മോഡേൺ ഡ്രസ്സ്, പാർട്ടികൾ, അങ്ങനെ അവളും ഒരു ബാംഗ്ലൂർ ഗേളായി മാറി. ഒരു ദിവസം നാട്ടിൽ നിന്നും രേണുവിൻ്റെ ചേച്ചി കവിത ബാംഗ്ലൂരിലേക്ക് രേണുവിനെ കാണാൻ വന്നു. അതുമാത്രമല്ല, കവിതയ്ക്ക് എന്തെങ്കിലും ജോലി നോക്കണം. ചേച്ചി രേണു നല്ല കമ്പനിയായിരുന്നു. അനിയത്തിയായ ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കുന്നു. ചേച്ചിക്ക് ആ ഭാഗ്യം ലഭിക്കാത്തതിൽ രേണുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. രേണു വീട്ടിൽ കുട്ടിനിക്കറും ബനിയനും ഒക്കെയാണ് ഇടാറ്. അത് തന്നെ അവൾ ചേച്ചിക്കും കൊടുത്തു. കാർത്തിക വന്നപ്പോൾ ചേച്ചി ഈ ഡ്രസ്സിൽ കണ്ട് ഞെട്ടിപ്പോയി. ചേച്ചിക്ക് ഈ നിക്കറും ബനിയനും നന്നായി ചേരുന്നുണ്ട്. രണ്ടുപേരെയും ഇങ്ങനെ കണ്ടാൽ എനിക്ക് വരെ മാറിപ്പോകും. ശരിയാ, ചേച്ചിക്ക് ഇത് എന്നേക്കാൾ നന്നായി ചേരുന്നുണ്ട്. എങ്കിൽ നാളെ നമുക്ക് ചേച്ചിക്ക് വേണ്ടി ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാം. നാളെ ഈവനിങ് റെഡിയായി ഇരുന്നോ, ഫുഡും പുറത്തുനിന്നാക്കാം, കാർത്തിക് പറഞ്ഞു. രേണുവിനും കവിതയ്ക്കും സന്തോഷമായി. അങ്ങനെ അവർ 3 പേരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് ഉറങ്ങാൻ കിടന്നു. രേണുവും കാർത്തിക്കും ഒരുമിച്ച് റൂമിലേക്ക് പോകുന്നത് നോക്കി കവിത നിന്നു. തനിക്കും ഇതുപോലെ ഒരു പുരുഷൻ്റെ കൂടെ കിടക്കാൻ എന്നാണ് ഭാഗ്യമുണ്ടാവുക എന്നവൾ ഓർത്തു. രേണുവിൻ്റെയും മനസ്സിൽ അതായിരുന്നു ചിന്ത. വീട്ടിലായിരുന്നപ്പോൾ ഞാനും ചേച്ചിയും ഒന്നിച്ചാണ് ഉറങ്ങാറ്. ഇതിപ്പോൾ ചേച്ചിക്ക് വിഷമമായി കാണും. ശരിക്കും താനൊരു ഭാഗ്യവതി തന്നെ. പൊന്നുപോലെ നോക്കുന്ന ഭർത്താവ്. ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്ന പോലെയാണ് കാർത്തിക് തന്നെ നോക്കുന്നത്. ചേച്ചി വരുന്നതിന് മുൻപ് വരെ ഈ ഫ്ലാറ്റിൽ എവിടെ വെച്ചും പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു എന്തും ചെയ്യാൻ. കാർത്തിക് പല കുസൃതികളും കാണിക്കും. എല്ലാ ദിവസവും ഹണിമൂൺ മൂഡ് ആണ് കാർത്തിക്കിന്. ഇത് നിലനിർത്താൻ കാർത്തിക്കിനും രേണുവിനും കഴിഞ്ഞു. കിച്ചണായിരുന്നു മെയിൻ. ഒന്നിച്ച് കുക്ക് ചെയ്യുന്നതാണ് കാർത്തിക്കിന് ഇഷ്ടം. അപ്പോൾ അവൻ അവിടെയും എന്തെങ്കിലും കുസൃതി ഒപ്പിക്കും. സ്നേഹം കൂടുമ്പോൾ കാർത്തിക് രേണുവിൻ്റെ ചെവിയിൽ പറയും, നിന്നെ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നു എന്ന്. രേണുവിനത് കേൾക്കുമ്പോൾ മുഖം നാണം കൊണ്ട് കൂമ്പും. അതുപോലെ കാർത്തിക്കിന് ഇഷ്ടപ്പെട്ട വിനോദമാണ് ഒന്നിച്ചുള്ള കുളി. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോപ്പൊക്കെ തേച്ച് കൊടുത്ത് എൻജോയ് ചെയ്ത് കുളിക്കും. പിന്നെ അവിടെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. രേണുവിനും കാർത്തികിനും ഞങ്ങളുടെ ഫ്ലാറ്റ് ഒരു സ്വർഗമായിരുന്നു. 2 ഇണക്കുരുവികൾ കൂട്ടിയ സ്വർഗം. ഇപ്പോൾ ചേച്ചി വന്നപ്പോൾ മുതൽ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ബെഡ്റൂമിൽ തന്നെയാണ്. എന്നാലും ചേച്ചി കാണാതെ കാർത്തിക് ചെറിയ കുസൃതികളൊക്കെ ഒപ്പിക്കും. രേണു ഇത് കാണുമ്പോൾ കാർത്തികിനെ നോക്കി പേടിപ്പിക്കും. ചേച്ചി ഉണ്ടെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും. എങ്കിലും ഇതൊക്കെ 2 പേരും എൻജോയ് ചെയ്തു. ഇതേ സമയം കവിത രേണുവിൻ്റെയും കാർത്തികിൻ്റെയും റൂമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു. കാർത്തിക് എത്ര റൊമാൻറ്റിക്കാണ്. രേണുവിൻ്റെ ഭാഗ്യം. താൻ കാണുക എന്തൊക്കെ കുസൃതികളാണ് കാർത്തിക് രേണുവിനോട് ചെയ്യുന്നത്. അപ്പോൾ താൻ കാണാത്തപ്പോഴോ? താൻ കാണുന്നില്ല എന്ന് കരുതി കാർത്തിക് ഒപ്പിക്കുന്ന കുസൃതികളെല്ലാം താൻ അറിയുന്നുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. തനിക്കും എന്നാണ് ഇതുപോലൊക്കെ ഒന്ന് അനുഭവിക്കാൻ പറ്റുക? 2 കൂടെ ഇപ്പോൾ എന്തായിരിക്കും ഒപ്പിക്കുന്നുണ്ടാവുക? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? ഏയ് വേണ്ട, അത് മോശമായി പോകും. എൻ്റെ പൊന്നു തലേണ്ണേ, വാ നമുക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം.
അപ്പോഴേക്കും രേണുവും കാർത്തിക്കും അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തളർന്നുറങ്ങാൻ തുടങ്ങിയിരുന്നു. കൂട്ടുകാരെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും. പുതിയൊരു കഥയുമായി നാളെ വരാം. ബൈ ഫ്രം മാളവിക.